നമ്മുടെ ലാലേട്ടൻ്റെ മോളുടെ ഫസ്റ്റ് മൂവി വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് മൂവി ഏതാണെന്ന് വെച്ചാൽ തുടക്കമാണ്. പുള്ളി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരി ഒരു ഫസ്റ്റ് മൂവി എന്നുള്ളൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഫ്ലോസ് ഉണ്ട്. നമുക്ക് എല്ലാ ഏരിയയിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ അഭിനയിക്കുന്നതാണെന്നും എന്തോ ഒരു പോരായ്മ ഫീൽ ചെയ്യും. അത് പുള്ളിക്കാരി ഫസ്റ്റ് മൂവിയിൽ വിട്ടുകളാം. ബട്ട് സ്റ്റോറി വൈസ് കൊള്ളാം. നല്ല പടം, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ മൂവി കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്കെതിരെയുള്ള കുറേ പ്രശ്നങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഈ ഒരു മൂവി വഴി പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണണം. സോ ഈ മൂവിയുടെ ഡയറക്ടർ ജൂഡ് ആൻ്റണി ജോസഫാണ്. നമ്മുടെ 2018 ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരനാണ്. പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ, നമ്മുടെ ആശീർവാദ് സിനിമാസ്. പിന്നെ ഇതിലെ വില്ലൻ ആശിഷ് ജോ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമ അല്ലെങ്കിലും ഇത്രയും നല്ലൊരു ക്യാരക്ടർ കൊടുക്കണം ഫസ്റ്റ് സിനിമയോട്. കിടിലമായിട്ട് പുള്ളി ആ വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വിസ്മയ മോഹൻലാലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാലും ഒരു ബോഡി ലാംഗ്വേജ് ഇതൊന്നും നമുക്ക് മൂവിയിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ തോന്നിയാലും സെക്കൻഡ് ഹാഫ് കൊണ്ടങ്ങ് കിടിലമാക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലാലേട്ടനുണ്ട്, ക്യാമിയോണ്, ചെറിയ റോളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സായി കുമാറുണ്ട്, നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോബി കുര്യൻ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. ഫാമിലിയായിട്ട് പോയി തിയേറ്ററിൽ വാച്ച് ചെയ്യാം. ഇത് OTTയിലും വാച്ച് ചെയ്യാൻ പറ്റുന്ന പടമാണ്, മൊബൈലിലും വാച്ച് ചെയ്യാം. നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് ഞാൻ ഇതിനെ ലേബിൾ ചെയ്യുന്നില്ല. ഔട്ട് ഓഫ് 5 ഞാൻ ഇതിന് റേറ്റിംഗ് കൊടുക്കുന്നത് 3.2 ആണ്. ഇതിൽ എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്നൊരു സിനിമയുടെ എന്തൊക്കെയുണ്ട്. നമ്മൾ റീസെൻ്റ്ലി കണ്ട മറ്റേ ഇതില്ലേ, എന്തോ ബ്ലാസ്റ്റ് തമിഴ് മൂവി, അതിൻ്റെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഈ ഒരു മൂവിയിൽ ഉണ്ട്. ആ ഒരു സ്റ്റോറിയിലുണ്ട്. കോയിൻസിഡൻസ് ആണ്, ബട്ട് എന്തോ ഉണ്ട്, ഒരു കണക്ഷൻ പോലത്തെ ചില ഫീല് നമുക്ക് തോന്നും. എനിവേയ്സ് മലയാളത്തിലെ നല്ലൊരു മൂവിയാണെന്ന് തന്നെ നമുക്ക് പറയാം. പുതിയ ആക്ടറും ആക്ട്രസ്സൊക്കെ ഉള്ളൊരു നല്ലൊരു ഫാമിലി മൂവി. ധൈര്യമായിട്ട് പോയി കണ്ടോളൂ.